നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പല മേഖലകളിലും നിന്ന് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ചിലരുടെ മനോനിലയ്ക്കനുസരിച്ചും അവരുടെ നിലവാരത്തിനനുസരിച്ചുമൊക്കെയുള്ള പല അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചാനൽ ചർച്ചകളിലുമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സംശയനിഴലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്ന ഒരു നടനാണ് മഹാനടൻ മോഹൻലാൽ. മോഹൻലാലാണ് ഇത്തരത്തിൽ പലരെയും ദുരുപയോഗം ചെയ്തത് എന്നാണ് പലരും പ്രചരിപ്പിക്കുന്നത്. വളരെ മോശമായ തരത്തിലുള്ള അല്ലെങ്കിൽ തരം താഴുന്ന തരത്തിലുള്ള ചില കമൻറ്റുകളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മോഹൻലാലിനെ കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മോഹൻലാൽ 40 കൊല്ലത്തിലേറെയായി മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ സജീവമായി നിലനിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈയിടെയായി വന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് രണ്ട് വ്യക്തികൾ, അതായത് മോഹൻലാലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയും തമ്മിൽ ശാരീരികമായി അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം മോഹൻലാലിനെ കുറിച്ച് മുമ്പ് ഇത്തരം പരാതികൾ ഒരിടത്തും നിന്നും ഉയർന്നു വന്നിട്ടില്ല. അതുമാത്രമല്ല, മോഹൻലാലിന് ഇനി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ കിടപ്പറ ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറുള്ള വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള എത്രയോ പേരുണ്ട്. ഇനി ഇതിനെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട കാര്യമില്ല. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് മോഹൻലാലിനെ പോലെ ലൈംലൈറ്റിൽ നിൽക്കുന്ന പ്രശസ്തനായ പലരെയും മോഹിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഒരു മഹാനടനോടൊപ്പം ഇത്തരത്തിലുള്ള ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ടായിരിക്കാം. അത് സ്വാഭാവികം തന്നെയാണ്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, കായിക മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുമായും ഒക്കെ ഒരു സൗഹൃദവും അതുപോലെയുള്ള ഇത്തരത്തിലുള്ള ബന്ധവും ഒക്കെ പുലർത്താൻ ആഗ്രഹിക്കുന്ന നിരവധി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ മോഹൻലാലിനെ മാത്രം എടുത്തു പറയുമ്പോൾ ഒരു മനുഷ്യനെ അവഹേളിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. ഇവിടെ മുൻപ് മോഹൻലാലിനെ കുറിച്ച് ഇത്തരത്തിലുള്ള യാതൊരു പരാതികളും ഉയർന്നു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മോഹൻലാലിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം വേണമെങ്കിൽ തന്നെ, ഏതെങ്കിലും ഒരു സ്ത്രീയെ പ്രാപിക്കണമെങ്കിൽ തന്നെ അദ്ദേഹത്തിന് പണവും പ്രശസ്തിയും ഒക്കെയുണ്ട്. അദ്ദേഹം അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നയാളാണ്. ഈ വിദേശങ്ങളിലൊക്കെ ഇതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി മാർഗ്ഗങ്ങൾ ഉണ്ടായിരിക്കെ മോഹൻലാൽ ഇത്തരത്തിലൊരു തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി മറ്റു ചില നടന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പ് ഉയർന്നു വന്നിരുന്നു. മുകേഷിനെതിരെ മുമ്പ് ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത് മാത്രമല്ല, മുകേഷിൻ്റെ ആദ്യത്തെ ഭാര്യ സരിതയും ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. അതായത് മുകേഷ് വളരെ ക്രൂരമായി ഉപദ്രവിക്കുന്നയാളാണ്, താൻ വീട്ടിലുള്ളപ്പോൾ പോലും അന്യ സ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നയാളാണ് എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും പൊതുവേദിയിൽ തന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സരിത നടത്തുകയുണ്ടായി. രണ്ടാമത്തെ ഭാര്യയായ മേതൽ ദേവിക ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരും വ്യക്തിപരമായി അടുപ്പമുള്ള പലരോടും ചിലതൊക്കെ തുറന്നു പറഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന പലർക്കും മുകേഷിൻ്റെ ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. ഇനി മറ്റൊരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാൽ KB ഗണേഷ് കുമാർ. അദ്ദേഹം മന്ത്രിസഭയുടെ ഒരു ഭാഗം കൂടിയാണ്. ഈ KB ഗണേഷ് കുമാറിനെ കുറിച്ചും ഇത്തരത്തിലുള്ള എത്രയോ ആരോപണങ്ങൾ മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നീലക്കുറുക്കൻ എന്നൊരു പഴയ സിനിമയുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ ഇവിടെ നിന്നൊക്കെയോ ഈ ഒരു വിഷയത്തിൽ മർദ്ദനമേൽക്കേണ്ടി വന്ന കഥയൊക്കെ അന്ന് ഏതൊക്കെയോ സിനിമാ മാസികയിൽ ഗോസിപ്പായി വന്നിട്ടുണ്ട്. അത് നടന്ന സംഭവമാണോ അതോ ഗോസിപ്പാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതൊക്കെ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഇതൊക്കെ ഓർമ്മയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഇതൊക്കെ അറിയാമായിരിക്കണം. ഈ ഗണേഷ് കുമാറും മുകേഷിൽ നിന്ന് വ്യത്യസ്തനല്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യ യാമിനി തങ്കച്ചി, അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിനെ കുറിച്ചും മറ്റും അവരും മുമ്പ് പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ ഔദ്യോഗിക വസതിയിൽ കയറി ഒരു സ്ത്രീയുടെ ഭർത്താവ് തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വിങ്ങി, മുഖമൊക്കെ നീര് വന്ന്, മുഖത്ത് പാട് വീണുള്ള ഈ ഗണേഷ് കുമാറിൻ്റെ ചിത്രമൊക്കെ ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് വിജയ് ബാബുവും ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതി ഒരു പെൺകുട്ടി കൊടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒളിവിൽ പോയി. അങ്ങനെ നിരവധി സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരക്കാരൊക്കെ സിനിമയിൽ അരങ്ങ് വാഴുമ്പോൾ, അതുപോലെ തന്നെയാണ് സംവിധായകൻ കമലിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. ഒമർ ലുലുവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഈയിടെയായി ഉയർന്നു വന്നു. അങ്ങനെ നിരവധി പേർക്ക് എതിരെ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരുടെ പേരുകൾ ഉൾപ്പെടെ വെച്ചിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതുപോലെ തന്നെ മമ്മൂട്ടി, അദ്ദേഹത്തെക്കുറിച്ചും ഇതുവരെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റെന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. പക്ഷേ പലരുടെയും അവസരം നിഷേധിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം. അത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പഴയകാല നടി ഉഷ തന്നെ മുമ്പ് ഈയിടെയായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഒരു ഹിന്ദുവിനെ വിവാഹം കഴിച്ചതിനു ശേഷം ഈ പറയുന്ന മമ്മൂട്ടി അവരെ കണ്ടാൽ മിണ്ടുക പോലും ചെയ്യില്ല എന്ന് ഉഷ തുറന്നു പറഞ്ഞൊരു സംഭവം ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. മനോരമ ചാനലിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ ജോണി ലൂക്കോസുമായി
നടത്തിയ ഒരു അഭിമുഖത്തിൽ ജോണി ലൂക്കോസ് മോഹൻലാലിനോട് താങ്കൾ 3000 സ്ത്രീകൾ താങ്കളുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു ആഘോഷം രഹസ്യമായി നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞത് 3000 അല്ല ജോണി ലൂക്കോസെ 6000 പേരാണ് എന്ന് തമാശ രൂപേണ പറഞ്ഞതാണ്. അതിനെയൊക്കെയാണ് ഇപ്പോൾ പലരും അതൊരു വലിയ ഗൗരവമായിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ മോഹൻലാൽ അത് കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ള രീതിയിലെടുത്ത് ഇപ്പോഴും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം ഒരുപക്ഷെ മമ്മൂട്ടിയോട് ചോദിക്കാൻ ഈ പറയുന്ന ജോണി ലൂക്കോസ് ധൈര്യപ്പെടുമായിരുന്നില്ല. പക്ഷേ മോഹൻലാലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയുണ്ട്. ഏതൊരു കാര്യത്തെയും അദ്ദേഹം ഈ നിസ്സാരവൽക്കരിച്ചെടുക്കുന്ന തമാശ രൂപേണ കാണുന്ന ഒരു സ്വഭാവക്കാരനാണ് മോഹൻലാൽ. പക്ഷേ ദേശീയ പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുറേ കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച മോഹൻലാൽ എന്ന മഹാനടനെ ഈ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ അപമാനിക്കുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടാണ് മുകേഷിൻ്റെ ഇത്തരം വിഷയത്തെക്കുറിച്ച്, അതായത് സ്ത്രീകളോടുള്ള താല്പര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവിടെ ചോദ്യങ്ങൾ ഉയരാത്തത്? എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാത്തത്? അപ്പോൾ ഇവിടെ പെരുമാറുന്നത് പക്ഷപാതപരമായാണ്. അതായത് എല്ലാവരുടെയും ശ്രദ്ധ മോഹൻലാലിലേക്ക് കേന്ദ്രീകരിക്കാനാണ് പലരുടെയും താല്പര്യം. കാരണം മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള യാതൊരു പരാതിയും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. എന്നെ മോഹൻലാൽ പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ ഇത്തരത്തിലുള്ള മൊഴി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ പറയുന്ന മുകേഷിനെതിരെയും ഗണേഷിനെതിരെയും മുമ്പ് പലപ്പോഴും ഇത്തരത്തിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവരിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായി മോഹൻലാലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ വിഷയത്തിൽ മുകേഷിൻ്റെയും ഗണേഷിൻ്റെയും പങ്ക് മറച്ചു വെച്ചുകൊണ്ട് അത് മോഹൻലാലിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് തീർച്ചയായും ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെ പറയേണ്ടി വരും.